നമസ്കാരം. വൈറ്റ് ഹൗസിൻ്റെ ചരിത്രപ്രധാനമായിട്ടുള്ള പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട് ഇറാനെ സൈനികമായിട്ട് പൂർണ്ണമായിട്ട് നിഷ്പ്രഭമാക്കിയെന്നും യുദ്ധം അന്തിമഘട്ടത്തിലാണെന്നുമൊക്കെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ദിനം ലോകം ഉറ്റുനോക്കിയ ഒന്നായിരുന്നു. 5 ആഴ്ചയായിട്ട് ഇപ്പോൾ തുടരുന്ന അതിശക്തമായിട്ടുള്ള സൈനിക നടപടികളിലൂടെ ഇറാൻ്റെ നട്ടലൊടിച്ചുവെന്നും പ്രധാന സൈനിക കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്തുവെന്നുമായിരുന്നു ട്രംപിൻ്റെ അവകാശവാദം. എന്നാൽ ഈ പ്രസംഗത്തിൻ്റെ അലയൊഴികളൊക്കെ തന്നെ അടങ്ങുന്നതിന് മുൻപ് തന്നെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രയേലിൽ ഇറാൻ്റെ മിസൈൽ വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ട്രംപിൻ്റെ പ്രസംഗം കഴിഞ്ഞ് വെറും 15 മിനിറ്റിനുള്ളിൽ നടന്ന ഈ ആക്രമണം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും പ്രസിഡന്റിൻ്റെയും ഒക്കെ തന്നെ വാക്കുകളെ വെല്ലുവിളിക്കുന്ന ഒന്നായി മാറി. ഇറാൻ്റെ മിസൈൽ ശേഷി പൂർണ്ണമായിട്ടും തകർത്തുവെന്ന പെൻറ്റഗണിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ നടന്ന ഈ ആക്രമണം ഇസ്രയേലിനെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ പ്രതിരോധ കവചങ്ങളെ ഭേദിച്ചുകൊണ്ട് പതിച്ച ഈ മിസൈലുകൾ ഇറാൻ്റെ കരുത്ത് ഇനിയും ചോർന്നിട്ടില്ല എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവായിട്ട് മാറിയിരിക്കുകയാണ്. ട്രംപ് തൻ്റെ 19 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വിജയവാർത്തകൾ കേവലം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മിസൈൽ പുകയിൽ മറയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ആക്രമണം നടന്നതായിട്ട് ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിക്കുകയും പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തതോടെ മേഖലയിലെ സംഘർഷം ഇപ്പോൾ അതിരൂക്ഷമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അമേരിക്ക നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ എപ്പിഫ്യൂരി അതിവേഗം ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്നും ഇറാൻ്റെ ആയുധപ്പുരകളൊക്കെ തന്നെ ശൂന്യമായെന്നുമുള്ള ട്രംപിൻ്റെ വാദം അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇസ്രയേലിൽ പെയ്ത മിസൈൽ മഴ. ഇറാൻ്റെ പക്കൽ ഇനിയും വൻതോതിലുള്ള ആയുധശേഖരം അവശേഷിക്കുന്നുണ്ടെന്നും അത് പ്രയോഗിക്കാനുള്ള കമാൻഡ് ഘടന അത് സുരക്ഷിതമാണെന്നും ഈ ആക്രമണം അടിവരയിടുന്നുണ്ട്. അമേരിക്കയും ഇസ്രയേലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത അതിശക്തമായിട്ടുള്ള ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ ഇറാൻ യുദ്ധത്തിനായിട്ട് ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് നയതന്ത്ര വിദഗ്ധർ പോലും വിലയിരുത്തുന്നത്. ഉപഗ്രഹ നിരീക്ഷണങ്ങൾക്കോ അല്ലെങ്കിൽ വ്യോമാക്രമണങ്ങൾക്കോ തകർക്കാനായിട്ട് കഴിയാത്ത വിധം ആഴത്തിലുള്ള ഈ കേന്ദ്രങ്ങളിൽ നിന്നാണ് പുതിയ ആക്രമണങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കപ്പെടുന്നത്. യുദ്ധം ആരംഭിച്ച് 33 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളൊക്കെ തന്നെ മാത്രമല്ല ആണവ പദ്ധതികളും അതോടൊപ്പം തന്നെ എല്ലാം തകർത്തുവെന്നായിരുന്നു ട്രംപിൻ്റെ മറ്റൊരു പ്രഖ്യാപനം. എന്നാൽ ഇതിന് തൊട്ട് പിന്നാലെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ട്രംപിൻ്റെ വാക്കുകളിൽ വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെ പ്രകടമാണ്. ആണവ പദ്ധതികളൊക്കെ തന്നെ തകർത്തുവെന്ന് അവകാശപ്പെടുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ഔദ്യോഗിക റിപ്പോർട്ടുകളോ തെളിവുകളോ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് നൽകാനായിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. മാത്രമല്ല ആണവ കരാറുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുതീർപ്പിലും ഇരു രാജ്യങ്ങളിലും എത്തിയതായിട്ട് വിവരമില്ലാത്ത സാഹചര്യത്തിൽ ട്രംപിൻ്റെ പ്രസ്താവന കേവലം രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണവും ഇപ്പോൾ ശക്തമായി കഴിഞ്ഞു. ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന അലി ഖമനേയിയുടെ വധത്തിന് ശേഷം അവിടെ തങ്ങളുടെ പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കാമെന്ന അമേരിക്കയുടെ ആ ഒരു മോഹം പാടെ തകരുകയായിരുന്നു. ഖമനേയിക്ക് ശേഷം മകൻ മുജ്തബ ഖമനേയി പരമോന്നത നേതാവായിട്ട് ഉടൻ തന്നെ ഇറാൻ സുപ്രീം കൗൺസിൽ അവരോധിച്ചത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി. ഭരണമാറ്റമെന്ന ട്രംപിൻ്റെ പ്രധാന ലക്ഷ്യം ഇതോടെ പരാജയപ്പെടുകയും ഇറാൻ്റെ നേതൃത്വം മുമ്പത്തേക്കാൾ കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുകയും ചെയ്തു. താങ്കൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ ഭരണത്തിലേറ്റാമെന്ന ട്രംപിൻ്റെ വീമ്പ് പറച്ചിലിന് ഇറാൻ നൽകിയ ഏറ്റവും വലിയ രാഷ്ട്രീയ മറുപടിയായിരുന്നു മുജ്തബയുടെ നിയമനം. സാമ്പത്തികമായിട്ട് ലോകത്തെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാൻ കൈക്കലാക്കിയത് യുദ്ധത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറി. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ സിംഹഭാഗവും കടന്നു പോകുന്ന ഈ ഒരു പാത അത് അടച്ചതോടെ ആഗോള വിപണിയിൽ തന്നെ എണ്ണവില കുതിച്ചുയരുകയും പല രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തിൻ്റെയൊക്കെ തന്നെ വക്കിലെത്തുകയും ചെയ്തിരിക്കുകയാണ്. ഹോർമുസ് തുറക്കണമെന്ന് അമേരിക്കയുടെ ആവർത്തിച്ചുള്ള അന്ത്യശാസനങ്ങൾ ഇറാൻ പുച്ഛിച്ച് തള്ളുകയായിരുന്നു. സഖ്യകക്ഷികൾക്ക് മാത്രം ഇളവ് നൽകുകയും അമേരിക്കയെയും ഇസ്രയേലിനെയും പിന്തുണയ്ക്കുന്നവരെ പുറത്തു നിർത്തുകയും ചെയ്യുന്ന ഇറാൻ്റെ തന്ത്രം അത് പാശ്ചാത്യ രാജ്യങ്ങളെ പോലും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഈ യുദ്ധം തുടരുന്നത് അത് അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയെ തന്നെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ട്രംപ് എണ്ണ ആവശ്യമുള്ള രാഷ്ട്രങ്ങൾ സ്വന്തം നിലയ്ക്ക് ഹോർമുസ് പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുകയോ ചെയ്യട്ടെ എന്ന വിചിത്രമായിട്ടുള്ള നിലപാടാണ് ഒടുവിൽ സ്വീകരിച്ചത്. ഇത് സഖ്യകക്ഷികൾക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമായി മാറി. അമേരിക്കയെ വിശ്വസിച്ച് ഇറാനെതിരെ തിരിഞ്ഞ പല രാജ്യങ്ങളും ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തുടക്കം മുതലേ നേരിട്ടുള്ള സൈനിക നീക്കത്തിന് എതിരായിരുന്നു എന്നതും അത് നാറ്റോ അംഗരാജ്യങ്ങൾ അമേരിക്ക കൈവിട്ടതുമൊക്കെ തന്നെ ട്രംപിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല സ്വന്തം നാട്ടിലും ട്രംപിന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. യുദ്ധത്തിൻ്റെ പേരിൽ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി തകരുന്നതും സൈനികരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്നതുമൊക്കെ തന്നെ അമേരിക്കൻ ജനതയിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മാനം രക്ഷിച്ചുകൊണ്ട്
ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തങ്ങളോട് അഭ്യർത്ഥിച്ചുവെന്ന തരത്തിലുള്ള കള്ളക്കഥകൾ ട്രംപ് പ്രചരിപ്പിക്കുന്നത് ഈ പിന്മാറ്റത്തിന് ന്യായീകരണം കണ്ടെത്താനാണ്. എന്നാൽ തങ്ങൾ യാതൊരു വിധത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ ട്രംപിൻ്റെ തന്ത്രങ്ങൾ വീണ്ടും പാളുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ നട്ടെല്ലൊടിച്ചുവെന്നും ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ തകർത്തുവെന്നുമുള്ള വാദങ്ങളൊക്കെ തന്നെ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തോടെ അപ്രസക്തമായി മാറിയിരിക്കുകയാണ്. ഓരോ തവണ അമേരിക്ക വിജയം പ്രഖ്യാപിക്കുമ്പോഴും കൂടുതൽ ശക്തമായ ആക്രമണങ്ങളിലൂടെ ഇറാൻ അത് തിരുത്തി കുറിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തറിന് സമീപം എണ്ണ ടാങ്കറുകൾക്ക് നേരെ നടന്ന മിസൈൽ ആക്രമണങ്ങളും ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ കടന്നാക്രമണങ്ങളും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഈ യുദ്ധം അത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ് എന്നത് തന്നെയാണ്. ഹൂതികളും അതോടൊപ്പം തന്നെ ഇറാൻ്റെ പിന്തുണയോടെ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ആക്രമണം തുടരുന്നത് സഖ്യകക്ഷികളുടെ പ്രതിരോധം ദുർബലപ്പെടുത്തുന്നുണ്ട്. യുദ്ധം ജയിച്ചുവെന്ന പ്രതീതി സൃഷ്ടിക്കാനായിട്ട് ട്രംപ് ശ്രമിക്കുമ്പോഴും യാഥാർത്ഥ്യങ്ങൾ അമേരിക്കയ്ക്ക് എതിരാണ്. ഏതായാലും വരും ആഴ്ചകളിൽ അതിമാരകമായ ആക്രമണം നടത്തിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം വാസ്തവത്തിൽ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ മുന്നോടിയാണെന്ന് പല നിരീക്ഷകരും കരുതുന്നുണ്ട്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ പിഴുതെറിയുമെന്ന് വീരവാദം മുഴക്കിയ ട്രംപ് ഇപ്പോൾ ഭരണമാറ്റം നടന്നുവെന്ന് സ്വയം വിശ്വസിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഹോർമസിൽ ഇറാൻ്റെ അധീനത അത് അവിടെ വർദ്ധിക്കുകയാണ് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ ഭരണമാറ്റം ഉണ്ടായത് കടലിടുക്കിലാണെന്നും ഇറാൻ പരിഹസിക്കുന്നത് അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ 35ഓളം രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ചരക്ക് നീക്കം നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാൻ്റെ അനുമതിയില്ലാതെ അത് സാധ്യമാകില്ല എന്നതാണ് നിലവിലത്തെ സ്ഥിതി. ഇറാനുമായിട്ട് സഹകരിക്കാൻ പോലും ചില യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാകുന്നത് അമേരിക്കയുടെ നയതന്ത്ര പരാജയമായിട്ട് ഇവിടെ കണക്കാക്കാം. വിലക്കയറ്റം കാരണം പുറത്തിമുട്ടിയ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ ഇറാനുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് പല രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് ലോകക്രമത്തിൽ തന്നെ അമേരിക്കയുടെ സ്വാധീനം കുറയുന്നതിൻ്റെ ലക്ഷണമായിട്ടും വിലയിരുത്തപ്പെടുന്നുണ്ട്. വെടിനിർത്തൽ കരാറിനായിട്ട് നാറ്റോ രാജ്യങ്ങളുടെ സഹായം ട്രംപ് തേടിയെങ്കിലും അവർ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഉടമ്പടികളിൽ വിശ്വസിക്കാത്ത ട്രംപിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ ഇറാനും ഗൗരവമായി തന്നെ എടുക്കുന്നില്ല. 6 മാസം കൂടി അതിശക്തമായിട്ട് യുദ്ധം തുടരാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് അത് അമേരിക്കയെ ഞെട്ടിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് ട്രംപ് നൽകുന്ന ഇളവുകൾ അത് ഇറാൻ്റെ വിജയമായിട്ടാണ് അറബ് ലോകം കാണുന്നത്. യുദ്ധത്തിൽ നിന്ന് തലയൂരാൻ ഇറാൻ ഭരണകൂടം സഹായം തേടിയെന്ന ട്രംപിൻ്റെ അവകാശവാദത്തെ മുളയിലെ നുള്ളിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ നടത്തിയ തീമഴ പോലെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ സുരക്ഷാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇറാൻ്റെ മിസൈലുകളെ പൂർണ്ണമായിട്ടും തടയാനായിട്ട് സാധിച്ചില്ല എന്നത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ ചിന്തിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ സഹായത്തോടുകൂടി ഇറാനെ തകർക്കാമെന്ന് കരുതിയ ഇസ്രായേലിന് ഇപ്പോൾ സ്വന്തം നിലനിൽപ്പ് തന്നെ ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയും ഹൂതികളും ഇറാൻ്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം അതിർത്തികളിൽ യുദ്ധം ഘടിപ്പിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തെ തളർത്തുന്നുണ്ട്. യുദ്ധം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആവേശം ഇപ്പോൾ ട്രംപിൻ്റെ വാക്കുകളിൽ കാണാനേയില്ല. ഓരോ ദിവസവും വാക്കുമാറ്റുന്ന ട്രംപിൻ്റെ ആ ഒരു രീതി സഖ്യകക്ഷികളെ പോലും ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ നൽകിയ അന്ത്യശാസനങ്ങൾ പലതവണ നീട്ടി നൽകിയത് അമേരിക്കയുടെ ദൗർബല്യമായിട്ടാണ് ലോകം വിലയിരുത്തുന്നത്. ഇറാൻ്റെ പുതിയ ഭരണകൂടം തീവ്രവാദ നിലപാടുകൾ കുറഞ്ഞവരാണെന്ന് ട്രംപ് പെട്ടെന്ന് അഭിപ്രായപ്പെട്ടത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു പഴുത് കണ്ടെത്താനായിട്ട് വേണ്ടിയാണെന്ന് വ്യക്തമാണ്. എന്നാൽ ഇറാൻ്റെ ആക്രമണോത്സുകത കുറഞ്ഞിട്ടില്ലെന്ന് മിസൈൽ വർഷത്തിലൂടെ തന്നെ അവർ വീണ്ടും തെളിയിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ 33 ദിവസത്തെ രക്തരൂഷിതമായിട്ടുള്ള പോരാട്ടത്തിന് ശേഷം അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വൻ നാശനഷ്ടങ്ങൾ ഇരുപക്ഷത്തും ഉണ്ടായെങ്കിലും രാഷ്ട്രീയമായിട്ടോ സൈനികമായിട്ടോ ഒരു വിജയവും ആർക്കും അവകാശപ്പെടാനില്ല. ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർത്ത ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയും പിന്മാറാൻ ട്രംപ് ഇപ്പോൾ ശ്രമിക്കുമ്പോൾ വിജയം ഉറപ്പിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ ഇറാൻ. ഏതായാലും വരും ആഴ്ചകളിൽ പ്രഖ്യാപിക്കപ്പെട്ട അതിമാരക ആക്രമണം അത് നടക്കുമോ അതോ അമേരിക്ക നിശബ്ദമായി തന്നെ പിന്മാറുമോ എന്നതാണ് ഇനി ലോകം കണ്ടറിയേണ്ടത്. ഏതായാലും പശ്ചിമേഷ്യയിലെ യുദ്ധക്കുരുക്ക് ലോകക്രമത്തെ തന്നെ മാറ്റിവരയ്ക്കുന്ന ഒന്നായിട്ടിപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.